മേരെ പ്യാരെ ബച്ചോ ആദാബ്. എൻ്റെ എല്ലാ മക്കളും ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഉറുദു പരീക്ഷ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതണം. യെസ് മക്കളെ, റെഡിയല്ലേ? നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ റെഡിയല്ലേ? അച്ഛാ ബച്ചോ ദേഖിയേ. യെസ്, ഡ്രാമ അല്ലേ, ഡ്രാമ ബേസാക്കി ആപ്നെ പഠാ ഹേന. ഡ്രാമയായ ബേസാക്കി എന്ന ഡ്രാമ നിങ്ങൾ വായിച്ചതല്ലേ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? മെഹനത് മസ്ദൂരി കി അഹ്മിയത്ത് പർ യേ ഡ്രാമ കിത്ന ദിൽ കുശ് ഹേ. മെഹനത്ത് അല്ലേ, മെഹനത്ത് എന്താ, അധ്വാനം. മെഹനത് മസ്ദൂരി കി അഹ്മിയത്ത്, കഠിനാധ്വാനം ചെയ്യുന്ന ഈ ഒരു ഡ്രാമ. യെസ്, എന്താണ് ഡ്രാമ കിത്ന ദിൽ കുശ് ഹേ. ഇനി എന്താണ് ഇതിൽ വന്ന ചോദ്യം എന്നൊക്കെ നോക്കാം. ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ മക്കളെ? ബെച്ചോ ഇസ് ഡ്രാമക്ക് ദോ കിർദാറും കെ നാം ലിഖിയേ. യെസ്, ബേസാക്കി എന്ന ഡ്രാമയിലെ കിർദാർ അല്ലേ, പ്രധാനപ്പെട്ട അല്ലെ രണ്ട് കഥാപാത്രങ്ങളുടെ പേര് ഇതാണ് നമുക്ക് പറഞ്ഞത്. യെസ്, മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസുഫ് ആൻഡ് മാസ്റ്റർ സാഹിബ് എന്നുള്ള രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് എഴുതി. അതിൽ ഉള്ള കഥാപാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ എഴുതാം. ഓക്കെ, യൂസുഫ് ആൻഡ് മാസ്റ്റർ സാഹിബ് എന്ന് എന്ത് ചെയ്തു, നമ്മൾ എഴുതി. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു, ഉത്തരം കണ്ടെത്തി. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. പസന്ദീദ ഏക് കിർദാർ പർ തീൻ ജുംലെ ലിഖിയേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കിർദാറിനെ കുറിച്ച് 3 ജുംലയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ പൂർത്തീകരിച്ച് ഈ 5 മാർക്ക് നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. നമുക്ക് നോക്കാം. യൂസഫ് അല്ലെ, യൂസഫിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മാഷ് ജുംല തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ड्रामा बेसाकी मैम यूसुफ के किरदारों के मैम ज्यादा पसंद करता हूँ. ഡ്രാമയായ ബേസാക്കിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്, കിർദാർ ആരാണ്? യെസ്, ജ്യാദാ പസന്ത്, കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം എനിക്ക് ആരാണ്? യെസ്, യൂസഫ് ആണ്. ക്ലിയർ അല്ലേ? ഇനിയോ ക്യോം കെ എന്തെന്നാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ക്യോം കെ എന്തെന്നാൽ ഓ ഏക് ലങ്കട നൗജവാൻ ഹേ. അദ്ദേഹം ഒരു യുവാവാണ്. എങ്ങനത്തെ യുവാവ്? യെസ്, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവാവായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം എന്താണ്, ലങ്കട നൗജവാനാണ്. എന്താണ്, ഒരു വികലാംഗതയുള്ള ഒരു മനുഷ്യനാണ്. ഇനിയോ ഫിർ ബി വോ മെഹനത്തി ഹേ. അദ്ദേഹത്തിന് വികലാംഗതയുണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്താണ്, ഫിർ ബി വോ എന്നാലും അദ്ദേഹം എന്താണ്, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബാസാർ മേ ഗഡിയോം കി ഏക് ദുക്കാൻ ചലാത്താ ഹേ. അദ്ദേഹം എന്താണ്, മാർക്കറ്റിൽ, ബാസാർ അല്ലെ, മാർക്കറ്റിൽ എന്താണ്, ഒരു വാച്ചിന്റെ കട അല്ലെ, ഒരു വാച്ചിന്റെ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ യൂസഫ്. ഇനിയോ അപ്പിനി ദുക്കാൻ മേ ഖറാബ് ഗഡിയോം കി മർമത്ത്. അദ്ദേഹം എന്ത് ചെയ്യും, തന്റെ ഷോപ്പിൽ കേടായ വാച്ചുകൾ എന്ത് ചെയ്യും, റിപ്പയർ ചെയ്യും. അതേപോലെ കർക്കെ ഓർ നയി ഗഡിയാം ബീച്ച് കർ അപ്പിനി ജിന്ദഗി ഗുജറാത്ത ഹേ. അദ്ദേഹം എന്ത് ചെയ്യും, പുതിയ വാച്ചുകൾ പുതിയ വാച്ചുകൾ എന്ത് ചെയ്യും, വിൽപ്പന നടത്തിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ നമ്മോട് ചോദിച്ചെന്താ, ഈ ബേസാക്കി എന്ന ഡ്രാമയിൽ കിർദാർ ചോദിച്ചു, 2 കിർദാറിന്റെ പേര് എഴുതാൻ പറഞ്ഞു. അത് നമ്മൾ എഴുതി. അതിൽ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള കുറിച്ച് എഴുതുകയും ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ എഴുതിയാൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള 5 മാർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ കഴിയും. रेडी अल्ले मक्कले इतरത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതിക്കൂടെ? अच्छा बच्चों, अगला वीडियो में हम फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.